ഡി എയും ഡി ആറിനെയും ശമ്പള പരിഷ്കരണത്തെയും മെഡിസെപ്പിനെയും അതുപോലെ തന്നെ അഷ്വേർഡ് പെൻഷനെയും തുടങ്ങി സർവീസ് സംഘടനകളെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നു. ശരിക്കും നമുക്ക് 3 ചാനലാണുള്ളത്. ഒന്ന് കുറേയധികം സ്പിരിച്വൽ കാര്യങ്ങളും ഈ എന്താണ് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്യുവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സുവാണി എന്ന ചാനൽ പറയുന്നത്. അത് നമ്മുടേതാണ്, നിങ്ങളെല്ലാവരും കാണണം. പിന്നെ സുഭാഷിതം എന്ന് പറഞ്ഞൊരു ചാനൽ, അതാണ് വളരെ പോപ്പുലറായിട്ടുള്ള ചാനൽ. വലിയ സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ വലുതുള്ള വലിയ പോപ്പുലറായിട്ടുള്ളൊരു ചാനലാണ് സുഭാഷിതം. പിന്നെ നമ്മുടെ ഗ്ലോബൽ മലയാളി ന്യൂസ്. ഇത് 2ലും നമ്മൾ സാമൂഹിക സർവീസ് രംഗങ്ങളൊക്കെ ഇടും, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറയും. സുവാണിയിൽ പൂർണ്ണമായും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇതിലാദ്യം നമ്മൾ തുടങ്ങിയത് ഗ്രീൻ ഗ്ലോബൽ ചാനൽ തന്നെയാണ്. ഇതിനകത്ത് ഡി എ സംബന്ധിച്ചും ഡി ആറിനെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണം സംബന്ധിച്ചൊക്കെ ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. പല ആളുകളും നമ്മളോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ആരാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ, നിങ്ങൾക്ക് സർക്കാർ വിരുദ്ധനാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ സർക്കാർ സംവിധാനത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന നിരവധി ഗവേഷണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ശാസ്ത്ര വിഭാഗത്തിൽ 2 പ്രാവശ്യം 2 ഗവൺമെൻറ് കീഴിലും. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു ഗവൺമെൻറ്റിനോടും പ്രത്യേകിച്ച് മമതയുടെ ആവശ്യമില്ല. 2 ഗവൺമെൻറ്റിനോടും കീഴിലും ഞാൻ ഡയറക്ടർ സ്ഥാനത്തിരുന്നിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ സ്റ്റേറ്റിൽ മാനേജറായിരുന്നു. നിരവധി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം MBAയും MSWയും അതുപോലെ ജേർണലിസവും BEdും LLBയും തുടങ്ങിയ നിരവധി ഡിഗ്രികൾ എടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. 10-16 പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 2000-ലധികം ലേഖനം എഴുതിയിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയിൽ ഞാൻ റിസോഴ്സ് പേഴ്സണായിരുന്നു. ജനകീയാസൂത്രണത്തിൽ ഫാക്കൽറ്റി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ നിരവധി ആളുകൾക്ക് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നതിന് നന്നായി പോകുന്ന ആളാണ്. ഞാനിത് പറഞ്ഞത് വെറുതെ ഒരു യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ വന്നിരുന്ന് ആരെങ്കിലും സർക്കാരിനെയോ ആൻറ്റി ഗവൺമെൻറ് കാര്യങ്ങൾ പറയാനോ കുറ്റം പറയാനോ ഒന്നുമല്ല. സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയതല്ല, പക്ഷേ 4 വർഷം സർവീസ് ഉള്ളപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സർവീസിൽ നിന്ന് മാറിയതാണ്. ഇപ്പോൾ കുറ്റവും കുറവും പരാതിയും ശിക്ഷയും ഒന്നും മാറിയതല്ല, അത് വേറൊരു സാഹചര്യത്തിൽ സർവീസിൽ നിന്ന് സർവീസ് മതിയാക്കി. അപ്പോൾ ഞാനിത് ഇത്രയൊക്കെ പറഞ്ഞത് നമ്മൾ സർവീസ് കാര്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് ചെയ്യാൻ പോവുകയാണ്. ഈ DA കിട്ടുന്നത് പോലുള്ള കാര്യങ്ങളല്ല, DR കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഓൺ ടൈം കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ 8 ഗഡുക്കൾ കിട്ടുന്നതിൻ്റെ കഥ വരണം. അതിനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും, കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ 13% DA ആൾറെഡി കിട്ടി, ആളുകൾക്ക് കിട്ടി. പിന്നെ ഏതോ ഒരു 2 DA, അത് ശമ്പള പരിഷ്കരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ അല്ലെങ്കിൽ അല്ലാതെ DA ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ DR ആർക്കോ 2 കണ്ണ് കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. മറ്റ് സർവീസ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കണം. നിങ്ങളിപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത്, ഈ സർവീസ് മാറ്ററൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത്? ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. UDF വന്നാൽ അവർ ഇതുപോലെ സമയത്ത് DNDR ഒക്കെ കൊടുക്കാതിരുന്നാൽ പ്രതികരിക്കില്ല? തീർച്ചയായും പ്രതികരിക്കും. അന്ന് ചാനലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് പ്രതികരിക്കും. നരേന്ദ്രമോദി BJP ഗവൺമെൻറ് കൊടുക്കാത്തതിനെയും ഞങ്ങൾ പ്രതിരോധിക്കുകയും അതിനെതിരെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ വിരുദ്ധ വീഡിയോ ഒന്നുമല്ല. കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുത്തില്ല എന്നും കൊടുത്ത കാര്യങ്ങൾ കൊടുത്തുവെന്നും പറയാനാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചാനലുകൾ നിലനിൽക്കണമെങ്കിൽ അത് സബ്സ്ക്രിപ്ഷൻ കൂടണം, ലൈക്ക് കൂടണം, കമൻറ്റ് കൂടണം, ഷെയർ കൂടണം. ഇതെല്ലാം കൂടിയാൽ മാത്രമേ ചാനലിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ യൂട്യൂബ് കമ്പനി നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതും അവർ പരസ്യങ്ങൾ ഇടുന്നതും. അവർ പരസ്യങ്ങൾ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് ഇതിനു വേണ്ടി സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്, ഇതിന് സ്റ്റാഫ് എടുത്തിട്ടുണ്ട്, റിപ്പോർട്ടർമാരുണ്ട്, ആങ്കർമാരുണ്ട്, വീഡിയോഗ്രാഫർമാരുണ്ട്, ഒരുപാട് പേരുണ്ട്, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പല രൂപത്തിലൊക്കെ. അവർക്ക് ശമ്പളം കൊടുക്കണം. അപ്പോൾ ഇതൊരു വലിയൊരു സംവിധാനമാണ്. ക്യാമറ, മറ്റെല്ലാ അക്സസറീസ് എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ചെലവും ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര സാമ്പത്തിക സഹായമൊക്കെ തരേണ്ടതുമാണ്. ഞാനിത് വേറെ അർത്ഥത്തിൽ പറഞ്ഞതല്ല, ഒരു പിരിവിന് വേണ്ടി പറഞ്ഞതുമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഹിസ്റ്ററി അധ്യാപകർ, എൻവയോൺമെൻറ്റിൻ്റെ ആളുകൾ, ജിയോളജി പോലുള്ള ജിയോഗ്രഫി, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ പഠിച്ചവരുണ്ടായിരിക്കും. അവർക്ക് നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കി തന്നാൽ നമുക്ക് വീഡിയോയിൽ പുതിയ പരമ്പര അവതരിപ്പിക്കാം. നിങ്ങൾക്കാർക്കെങ്കിലും വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിത്തരാം. അത് ഞങ്ങൾ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ വീഡിയോ വന്നെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ നമ്മുടെ ചാനലിൽ കൊടുക്കാം. പാർട്ട്ണർമാരായിട്ട് നിങ്ങൾക്ക് വരാം, ഫിനാൻഷ്യൽ പാർട്ട്ണറായിട്ട് വരാം,
അക്കാഡമിക് പാർട്ണറായിട്ട് വരാം. അങ്ങനെ പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ഇനിയും 100 കണക്കിന് സർവീസ് പ്രശ്നങ്ങളുണ്ട്. അംഗനവാടിക്കാർക്ക്, ആശാ വർക്കേഴ്സിന്, തൊഴിലുറപ്പുകാർക്ക്, തൊഴിലുറപ്പ് ജീവനക്കാർക്ക്, ഇങ്ങനെ അതുപോലെ തന്നെ സ്ഥിരം ജീവനക്കാർക്ക്, പങ്കാളിത്ത പെൻഷൻകാർക്ക്, ഓരോരുത്തർക്കും നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നമുക്ക് കൂട്ടായിയാണ് യജ്ഞം നടത്തേണ്ടത്. അപ്പോൾ അതിനുള്ള ചില ശ്രമങ്ങൾ പിന്നെ എല്ലാവർക്കും പെൻഷനിൽ വലിയ അപാകതകളാണ്. ഓരോരുത്തർക്കും പലതരം പെൻഷനാണ്. അപ്പോൾ അതിൽ അപാകതകൾ മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കണം. ഇതിന് നിങ്ങളുടെ വലിയ സഹായമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, മറ്റ് പിന്തുണയാകട്ടെ, അല്ലെങ്കിൽ വിവരങ്ങൾ തന്നതാകട്ടെ. നമ്മൾ പറയുന്ന എല്ലാ വിവരങ്ങളും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. അതിൻ്റെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതാവട്ടെ, എല്ലാം നിങ്ങൾ അറിയിക്കുക. ഇപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ പറയുക. അതൊരു കൗതുകത്തിന് ഞാൻ ചോദിച്ചതാണ്, വോട്ടല്ലാതെ ചോദിച്ചതല്ല, ഒരു കൗതുകത്തിന് ചോദിച്ചു. അതുമൊക്കെ ഒന്ന് പറയുക. നമ്മുടെ ജൈവബന്ധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. സർവീസ് സ്റ്റോറി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതിലും നിങ്ങളുടെ അഭിപ്രായം പറയുക. തുടരണോ വേണ്ടേ? തുടരണമെങ്കിൽ ഏതൊക്കെ മേഖലയിലെ വിഷയങ്ങൾ നമ്മളിനി ഏറ്റെടുക്കണം എന്നുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. എല്ലാവർക്കും വിഷുദിന ആശംസകൾ.